എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിത് അതേ രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കും കേട്ടോ. പക്ഷേ നമ്മളൊരു അനാവശ്യമായിട്ടുള്ളൊരു കളറോ അങ്ങനെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെ നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട്, അത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിഷാണിത്. അങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഡിഷാണ് നമ്മുടെ ഈ ചിക്കൻ 65. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, എമിക്കുട്ടിയെ കണ്ടില്ലല്ലോ, എമിക്കുട്ടി ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എമിക്കുട്ടി സ്കൂളിലൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഒരുമിച്ച് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സിമ്പിൾ ചിക്കൻ 65 എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഗ്രാം ചിക്കൻ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കോൺസ്റ്റാർച്ച്, 1 ടീസ്പൂൺ അരിപ്പൊടി, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒരു 20 മിനിറ്റ്സ് ടു 40 മിനിറ്റ്സ് വരെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലൊന്ന് വെക്കാം. വറക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ആ ബേസ് ഒന്ന് തൊടത്തക്ക രീതി എണ്ണ കിടന്നാൽ മതി. കാരണം നമുക്ക് ആ എണ്ണ തന്നെ വേണം നമ്മുടെ ലാസ്റ്റ് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആവശ്യത്തിന് മാത്രം എണ്ണ ഒന്ന് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ആ സത്ത് നമുക്ക് വേണം. നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് കുറച്ചായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടണം. അത് മേളിലേക്കുള്ള ആ ചിക്കനിലുള്ള കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ മേളിൽ നമുക്ക് കാണാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കൂടെ ഇടുക. അതെല്ലാം ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ 1 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബട്ടറും പിന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന എണ്ണയിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. ഓക്കെ. അതിനുശേഷം വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഞാനൊരു 3 അല്ലി, 2-3 അല്ലി നിങ്ങൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതിനകത്തിടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഹീറ്റിൽ വേണം വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മൂത്തിട്ട് കരിയാൻ തുടങ്ങും. അപ്പോൾ അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് സോട്ടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ എക്സ്ട്രാ ഈ റെഡ് കളർ ആഡ് ചെയ്യുന്നതിന് പകരമാണ് കേട്ടോ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഒരു നാച്ചുറൽ സംഭവം കൂടെയാണ് എന്നോർത്തിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, അത്രയും കളറൊക്കെ മതി. പിന്നെ കുറച്ച് ഉപ്പ്, ലേശം ഒരു 1/4 ടീസ്പൂൺ വല്ലതും ഉപ്പ് മതി. നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പാണ്, കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ടാണ് വറുത്തത്. അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസിനെ ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മുളക് വെറുതെ ഞാൻ 2 എണ്ണം ചുമ്മാ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു എന്നേ ഉള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ടിടാം, അപ്പോൾ കുറച്ചും കൂടെ എരി നമ്മുടെ ചിക്കൻ 65ലോട്ടൊന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് പോയി ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഓടി വന്ന് പറയണം കേട്ടോ, കമൻസൊക്കെ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അനാവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്തിട്ടില്ല. വളരെ സിമ്പിൾ ആൻഡ് നമ്മുടെ കയ്യിൽ, നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ തന്നെ. അരിപ്പൊടി, കോൺഫ്ലോർ, ഇതൊക്കെ എപ്പോഴും നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ്. അപ്പം മാരിനേറ്റ് ചെയ്യുന്നൊരു സമയമല്ലാതെ ബാക്കി ഒരു 5-10 മിനിറ്റിനുള്ളിൽ അല്ലേ നമുക്ക് ഈസിയായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ആ വറുത്തെടുക്കുന്നതും മാരിനേറ്റ് ചെയ്യുന്നതും സമയമല്ലാതെ ഈസി ആൻഡ് സിമ്പിളാണ്. ഈവൻ ബാച്ചിലേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് പാർട്ടിയൊക്കെ പ്രത്യേകിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അടിപൊളി ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയുടെ സൈഡായിട്ട്, പിന്നെ ചോറിൻ്റെയും കറികളുടെയും സൈഡായിട്ട്, പുലാവിൻ്റെ സൈഡായിട്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ 65നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വേഗം പോയി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളോട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞങ്ങളതിന് കാത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ റെസിപ്പീസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ലിൻഡ, സാധാരണ ഏമിക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പുള്ളിക്കാരി ഉറക്കമാണ്. അത് കാരണം കൊണ്ടുവരാൻ പറ്റിയില്ല. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ റെസിപ്പീസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോഴാണ് നമ്മളുടെ ഫാമിലി വലുതാവുക. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ആ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ.